രാധേ രാധേ കഥാലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന കഥാപ്രേമികളായ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 31 ഞായറാഴ്ച ദിവസം രാധാഷ്ടമിയാണ്. നമുക്ക് ഏവർക്കും ചേർന്ന് അത് വളരെ സന്തോഷമായി ആഘോഷിക്കാം. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് എത്തിയിരിക്കുന്നത്. രാധാഷ്ടമി എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഗോലോകറാണിയായ വൃന്ദാവനേശ്വരിയായ രാധാറാണിയുടെ പിറന്നാൾ ദിവസമാണ്. ഗോലോകത്തിലെ വൃന്ദാവനത്തിൽ നിന്ന് രാധാറാണി ഭൂമിയിലേക്ക് അവതരിച്ച ദിവസം. അതാണ് ആ ദിവസത്തിന്റെ രാധാഷ്ടമിയുടെ പ്രത്യേകത. അന്ന് നമുക്കേവർക്കും ഉപവാസമെടുത്ത് രാധാറാണിയുടെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കാം. രാധാറാണിക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി, സദ്യ ഉണ്ടാക്കി, രാധാനാമങ്ങളും രാധാ കീർത്തനങ്ങളും ഒക്കെ ചൊല്ലി രാധാറാണിയെ പൂജിച്ച് വളരെ മനോഹരമായി അമ്മയുടെ ജന്മദിനം നമുക്കേവർക്കും ആഘോഷിക്കാം. ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരമായ പ്രപഞ്ചരാജ്ഞിയായ സുപ്രീം ഗോഡസായ രാധാറാണി ഗോലോകത്തിലെ വൃന്ദാവനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിച്ച നമ്മുടെ ദേവത, പ്രണയ ദേവതയാണ് രാധ. ഉപാധികളില്ലാതെ, യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ ശ്രീകൃഷ്ണനെ ഏറ്റവും അധികം പ്രണയിച്ച രാധ. ആരുടെ പാദധൂളികളാണോ ശ്രീകൃഷ്ണൻ തലയിലേറ്റി ശിരസിലേറ്റി അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ് രാധ. രാധ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ആരാധിക്കപ്പെടേണ്ടവൾ എന്നാണ്. കൃഷ്ണേന ആരാധ്യതേ ഇതി രാധ എന്നാണ് പറയുന്നത്. ആരെയാണോ ശ്രീകൃഷ്ണൻ എപ്പോഴും ആരാധിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരെയാണോ ശ്രീകൃഷ്ണൻ എപ്പോഴും പൂജിക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ് രാധ. കൃഷ്ണന്റെ ഹ്ലാദിനി ശക്തിയാണ് രാധ. ഗുരുവായൂർ സുപ്രഭാതത്തിൽ പോലും പറയുന്നത് രാധാ സഹായം അതിസുന്ദര മന്ദഹാസം എന്നാണ് പറയുന്നത്. രാധാറാണിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവായൂരപ്പന് പോലും അതിസുന്ദരമായ മന്ദഹാസം ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. ഭഗവാൻ മന്ദഹസിക്കും, പുഞ്ചിരിക്കും, പക്ഷേ സുന്ദരമായ മന്ദഹാസം ഉണ്ടാവണമെങ്കിൽ രാധാറാണി വേണം. കാരണം ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയാണ് രാധ. ഭഗവാനോടൊപ്പം എപ്പോഴും ഭഗവാനെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൾ, അതാണ് രാധ. ശിവന്റെ ശക്തി എന്ന് പറയില്ലേ, ശക്തിയില്ലെങ്കിൽ ശിവൻ ശവമാണ് എന്ന് പറയുന്നത് പോലെ കൃഷ്ണന്റെ ശക്തിയാണ് രാധ. രാധയില്ലെങ്കിൽ കൃഷ്ണനില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് ശ്രീകൃഷ്ണനെ വിളിക്കുന്നില്ലേ, ഇതിൽ സത്ത്, ചിത്തം, ഇത് കഴിഞ്ഞിട്ട് ആനന്ദം ശ്രീകൃഷ്ണനെ പ്രദാനം ചെയ്യുന്നത് രാധാറാണിയാണ്. കൃഷ്ണൻ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ ആനന്ദം ഉള്ളവനാകൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് രാധാ കീർത്തനങ്ങൾ ചൊല്ലാം, രാധാ മന്ത്രങ്ങൾ ചൊല്ലാം. ഓം ശ്രീ രാധായേ സ്വാഹ എന്നുള്ള മന്ത്രം ഇടതടവില്ലാതെ ചൊല്ലാം. രാധേ രാധേ എന്ന് വിളിച്ചാൽ തന്നെ ആ അന്തരീക്ഷം മുഴുവൻ ശുദ്ധമാകും എന്നാണ് പറയുന്നത്. രാധേ രാധേ എന്ന് വൃന്ദാവനം മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന നാമം രാധേ രാധേ. എന്തുകൊണ്ടാണ് രാധേ രാധേ എന്ന് അവിടെയുള്ളവർ വിളിക്കുന്നത്? എന്തുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നില്ല? കാരണം കൃഷ്ണൻ പോലും പറഞ്ഞിരിക്കുന്നത്, ഞാൻ രാധയുടെ നാമത്തിലാണ് ഞാൻ ഏറ്റവും അധികം നിങ്ങൾക്ക് പ്രിയങ്കരനായി മാറുന്നത്. ആരാണോ രാധ എന്ന് വിളിക്കുന്നത് അവരുടെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തും, അവരെ സഹായിക്കും, അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലുള്ളവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എപ്പോഴും രാധേ രാധേ എന്ന് വിളിക്കുന്നത്. അത് മാത്രമല്ല, ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയങ്കരമായ പേരാണ് രാധാകൃഷ്ണൻ. സ്വന്തം പ്രണയിനിയുടെ പേര് സ്വന്തം പേരിന് മുൻപേ തന്നെ ചേർത്ത മറ്റേത് ദൈവമാണുള്ളത്? രാധാകൃഷ്ണൻ എന്നറിയപ്പെടാനാണ് കൃഷ്ണൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. ഇനി നമുക്ക് രാധാറാണിയുടെ പ്രാധാന്യം കാണിക്കുന്ന ഒരു കഥ പറയാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അഷ്ടപതി, ജയദേവ കവി എഴുതിയ അഷ്ടപതി അല്ലെങ്കിൽ ഗീതാ ഗോവിന്ദം, അതിന്റെ ഇഷ്ടമുള്ള എല്ലാ പദങ്ങളും നിങ്ങൾക്കൊന്ന് ചൊല്ലാം. പിന്നെ രാധാ കവചം ചൊല്ലാം, രാധാ സഹസ്രനാമം ചൊല്ലാം. അതുപോലെ രാധാറാണിയുടെ എന്ത് കഥകൾ പറയുകയോ പാടുകയോ ചൊല്ലുകയോ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ രാധാറാണിയെ കുപ്പിവളകൾ കൊണ്ട് അലങ്കരിക്കാം. പിന്നെ രാധാറാണിക്ക് ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ, അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം.
ഒരു പിറന്നാളിന്, വീട്ടിലൊരാളുടെ പിറന്നാൾ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, അതുപോലെ തന്നെ അമ്മയുടെ പിറന്നാൾ നമുക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാം, ഉപവസിക്കാം, അമ്മയ്ക്കായി പ്രാർത്ഥനകൾ ഉരുവിടാം, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അമ്മയോട് പറയാം. ഇതുവരെ ചെയ്ത എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, ഇതുവരെ ജന്മാന്തരങ്ങളായി നമ്മളിലേക്ക് അടിഞ്ഞുകൂടിയ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അമ്മ തീർത്തു തരും എന്നാണ് പറയുന്നത്. അമ്മയോടൊന്ന് പറയുക മാത്രമേ വേണ്ടൂ, അല്ലെങ്കിൽ പറയുക പോലും വേണ്ട. രാധേ രാധേ എന്ന മന്ത്രം ഉരുവിട്ടാൽ തന്നെ അമ്മ എല്ലാം സ്വയം അറിഞ്ഞ് എല്ലാം മാറ്റിത്തരും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രാധാറാണിയുടെ ഒരു മഹിമ കാണിക്കുന്ന ഒരു കഥയിലേക്ക് വരാം. രാധാറാണി വളരെ കൊച്ചു കുട്ടിയാണ്. ആ സമയത്ത് രാധാറാണി വൃഷഭാനുവിൻ്റെയും കീർത്തിമാതാവിൻ്റെയും മകളായിട്ടാണ് രാധാറാണി ബർസാനയിൽ ജീവിക്കുന്നത്. വൃഷഭാനുവിന് മക്കളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൃഷഭാനു നദിയിലേക്ക് കുളിക്കാനായി പോകുന്ന സമയം അവിടെ വെച്ച് ഒരു അതിസുന്ദരമായ സഹസ്രദള പത്മം കാണുന്നു. ആ താമരയിൽ വളരെ സൗന്ദര്യമുള്ള സ്വർണ്ണവർണ്ണമുള്ള ഒരു പിഞ്ചു ബാലികയെ, ഒരു പെൺകുഞ്ഞിനെ കിട്ടുന്നു. അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവന്ന് രാധ എന്ന് വിളിക്കുന്നു. കൃഷ്ണേന ആരാധ്യതേ ഇതി രാധ, കൃഷ്ണനാൽ ആരാധിക്കപ്പെടുന്നവൾ രാധ. അങ്ങനെ രാധ എന്നുള്ള പേരിട്ട് അവളെ അവർ വിളിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ കഥയിലേക്ക് വരാം. അപ്പോൾ രാധ ബാലികയെ കുറേ സഖിമാരുണ്ട് രാധാറാണിക്ക്. ബർസാനയിലാണ് അവർ ജീവിക്കുന്നത്. ബർസാനയിൽ ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് അവര് താമസിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ രാധാറാണിക്ക് ഒരുപാട് സഖികളുണ്ട്, അഷ്ടസഖികളുണ്ട്. അപ്പോൾ അവരുടെ ഗ്രാമങ്ങളും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുപാട് കളികളിലൊക്കെ ഏർപ്പെടും. രാധാറാണിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരുമായി സമയം ചിലവഴിച്ച് ഒരുപാട് കളികളിലൊക്കെ, ബാലകേളികളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാധാറാണി അവരുമായിട്ടുള്ള കളികളൊക്കെ നിർത്തിയിട്ട് ഓടി അമ്മയുടെ അടുത്തേക്ക് ഓടി വരും, കീർത്തിമാതാവിന്റെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് പറയും, അമ്മി ഞാൻ പറയണമെന്ന് കേൾക്ക് എന്ന് പറയും. ഉടനെ കീർത്തിമാതാവ് അസാധ്യമായി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും, അതിന് കുറച്ച് സമയമൊക്കെ വേണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിൽ അത് ശ്രദ്ധിക്കത്തില്ല. ഉടനെ രാധാറാണി, അമ്മേ ഞാൻ പറയണമെന്ന് കേൾക്കൂ, എന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ എന്ന് പറയും. ഉടനെ കീർത്തിമാത ഇവളെന്താ ഇങ്ങനെ ശല്യം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്, എന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവള് സമ്മതിക്കില്ല എന്ന രീതിയിൽ കീർത്തിമാധവ് ഒന്ന് നോക്കും. ഉടനെ ഇതൊന്നും അമ്മ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് രാധാറാണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ മടിയിൽ കയറി ഇരുന്നിട്ട് അമ്മയുടെ മുഖം പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചിട്ട്, അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, അമ്മയുടെ നെറ്റിയും താടിയും ഒക്കെ പിടിച്ച് ഇങ്ങനെ തിരിച്ചിട്ട് അമ്മ എന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ, ഞാൻ പറയണമെന്ന് കേൾക്കൂ എന്ന് പറയും. ഉടനെ കീർത്തിമാധവ് ശ്രദ്ധയോടുകൂടി തന്റെ മകൾ ഇത്രയും ശാഠ്യം പിടിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ കളിയൊക്കെ നടത്തുമ്പോൾ അവള് കളിയായിട്ടങ്ങ് നടക്കും, എന്റെ പുറകെ വരാറേ ഇല്ലല്ലോ, ഇന്നിപ്പോ എന്ത് പറ്റിയൊരു പുതിയ സംഭവം എന്നുള്ള രീതിയിൽ നീ എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ ഈ രാധാറാണി പറയും, ഞാൻ സഖിമാരുമൊക്കെ ആയിട്ടിരുന്ന്, ലളിത സഖി, വിശാഖ സഖി, പിന്നെ എന്റെ അഷ്ടസഖിമാരുമൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു അമ്മേ. അപ്പൊ കീർത്തിമാധവ് പറയും, അതൊരു പുതിയ സംഭവമല്ലല്ലോ, നീ എപ്പോഴും കളിക്കുന്നതല്ലേ, പിന്നെ എന്താ ഇപ്പൊ ഉണ്ടായത്, നീ കളി നിർത്തി എന്താ ഓടി വന്നത്, ആ കാര്യം പറ എന്ന് കീർത്തിമാധവ് രാധാറാണിയോട് ചോദിക്കും. അപ്പൊ രാധാറാണി പിന്നെയും പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നോക്കിയപ്പോ ഒരു സന്യാസി അദ്ദേഹം അങ്ങോട്ട് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വീണയും ഉണ്ടായിരുന്നു എന്ന് പറയും. ഒരു സ്വാമിയാണത് എന്ന് പറയും. ഉടനെ തന്നെ കീർത്തിമാതാവിന് സംഗതി ആരാണ് എന്ന് പിടികിട്ടും. എന്നിട്ട് പറയും, ആ സ്വാമി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് മറ്റൊരു സഖിമാരെയും നോക്കുന്നില്ല, ആ സന്യാസി അല്ലെങ്കിൽ ആ സ്വാമി എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് രാധാറാണി അമ്മയോട് പറയും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്വാമി അല്ലെങ്കിൽ ആ സന്യാസി ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ നാരദ മഹർഷിയാണ് ഈ സന്യാസി. അപ്പോ രാധാറാണി പിന്നെയും പറയുകയാണ്, ആ സ്വാമി വന്ന് എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വിചാരിക്കുമോ ഞാൻ ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും സാധനം തട്ടിപ്പറിക്കുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്തോ, എന്നെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തിനാ എന്നുള്ള രീതിയിൽ ഞാനും അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. കീർത്തിമാതാവ് വളരെ ശ്രദ്ധയോടുകൂടി കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, രാധേ രാധേ എന്ന് പറഞ്ഞ എൻ്റെ പേര് വിളിച്ചിട്ട് എനിക്ക് ചുറ്റും ഇങ്ങനെ 7 തവണ ചുറ്റാൻ തുടങ്ങി, പരിക്രമം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കീർത്തിമാധവ് പിന്നെയും കഥ അത്ഭുതത്തോടു കൂടി കേട്ടിരിക്കുകയാണ്. എന്താണ് എൻ്റെ മകളീ പറയണത് എന്ന് വിചാരിച്ചു.
എന്നിട്ട് രാധാറാണി പിന്നെയും പറയുകയാണ്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും നോക്കുവാണെങ്കിൽ നമ്മൾ നോക്കാത്തപ്പോൾ അവർ നമ്മളെ ഒന്ന് നോക്കും. ഇതിപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അമ്മേ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 7 തവണ അദ്ദേഹം ഇങ്ങനെ എന്നെ ചുറ്റി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഞാൻ പിന്നോട്ടൊന്ന് മാറി അമ്മേ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ പിന്നോട്ട് മാറിയപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലുണ്ടായിരുന്ന ആ ചെളിയും മണ്ണും ഒക്കെ അദ്ദേഹം എടുത്തു. എന്നിട്ട് അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് കീർത്തിമാധവ് പിന്നെയും അതീവ ശ്രദ്ധയോടുകൂടി കഥ കേൾക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനിങ്ങനെ പെട്ടെന്ന് വന്ന് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുകയും എന്നെ ഇങ്ങനെ 7 തവണ ചുറ്റിയിട്ട് ഞാൻ മാറിയപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ മണ്ണെടുത്ത് കഴിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും മാനസികമായ പ്രശ്നമില്ലാത്ത ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ രാധ അമ്മയോട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഉടനെ നമ്മുടെ ലളിതസഖി ഇല്ലേ അമ്മേ, ലളിതസഖി അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നു. ഉടനെ ആ സ്വാമി ഹ ഹ ഹ എന്ന് പറഞ്ഞ ഒരു ചിരി. എന്നിട്ട് മറ്റൊന്നിനും നിൽക്കാതെ ആരോ തള്ളിവിട്ട പോലെ ഒറ്റ പോക്ക്. ആരോ അദ്ദേഹത്തിന് പിടിക്കാൻ വരുന്ന പോലെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ പോക്ക് എന്നും രാധാറാണി കൂട്ടിച്ചേർത്തു. അപ്പോൾ കീർത്തിമാധവ് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇതെന്താ സംഭവിച്ചതെന്ന്. ഉടനെ രാധാറാണി പിന്നെയും അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ അദ്ദേഹത്തിന് തീർച്ചയായും ഭ്രാന്തല്ലേ അമ്മേ, അല്ലെങ്കിൽ തലയ്ക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരാള് എന്തെങ്കിലും എവിടുന്നാ വന്നത്, അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ട് ഒന്നും പറയാതെ ഒറ്റ സ്പീഡിന് ഇങ്ങനെ പോവോ അമ്മേ എന്ന് രാധാറാണി അമ്മയോട് ചോദിക്കും. അപ്പൊ അമ്മ പറയും, നീ അങ്ങനെയൊന്നും പറയരുത്, അദ്ദേഹം ദേവർഷി നാരദനാണ്, അദ്ദേഹം സ്വർഗത്ത് നിന്ന് നാരായണനെ പൂജിക്കുന്ന, നാരായണനെ എപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കീർത്തനം ചൊല്ലുന്ന സ്വാമിയാണ്, മഹർഷിയാണ്. അദ്ദേഹം ഭൂമിയിലേക്ക് വന്നതായിരിക്കും. അപ്പം രാധാറാണി പിന്നെയും പറയാം, അദ്ദേഹം എന്നെ കാണാൻ തന്നെ വേണ്ടി വന്നതാണ്, കാരണം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് തന്നെ രാധാറാണി പിന്നെയും പറയും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ദേവർഷിയായ നാരദൻ പോലും രാധാറാണി അമ്മയെ കണ്ടപ്പോൾ അപൂർവമായൊരു ദർശനമാണ് രാധാറാണിയുടേത് എന്ന് മഹർഷി നാരദന് പോലും അറിയാം. അപ്പോൾ അപ്രതീക്ഷിതമായി അപൂർവമായി ഒരു ബാലികയായിട്ടുള്ള രാധാറാണിയുടെ ദർശനം കിട്ടിയപ്പോൾ എങ്ങനെ ആ കണ്ണിൽ നിന്ന് സന്തോഷാശ്രുക്കൾ വരുന്നുണ്ടായിരുന്നു നാരദന്റെ. അതും രാധാറാണി പറയുന്നുണ്ട്. അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങനെ ആദ്യം കരയുകയായിരുന്നു കുറേ നേരം എന്നെ നോക്കിക്കൊണ്ട്, അതിനുശേഷമാണ് എന്നെ ചുറ്റുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഭക്തി പാരവശ്യത്താൽ നാരദമുനിക്ക് കരച്ചിൽ വരികയായിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു നാരദമുനിക്ക്. അത് മാത്രമല്ല, ഈ അപൂർവമായ ദർശനം കിട്ടിയപ്പോൾ അദ്ദേഹം സന്തോഷത്താൽ രാധാറാണിയെ വലം വെച്ചു, പരിക്രമണം ചെയ്തു എന്ന് തന്നെ പറയാം. നമ്മുടെ ലക്ഷ്മി ദേവിയുടെ അവതാരമായ എല്ലാവരും രാധാറാണിയുടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ആ പാദധൂളി എടുത്ത് ശിരസിൽ അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആ രാധാറാണിയുടെ ദർശനം കിട്ടുമ്പോൾ പിന്നെ നാരദൻ വെറുതെ ഇരിക്കുമോ? രാധാറാണി 7 തവണ അദ്ദേഹം പരിക്രമണം ചെയ്തിട്ട് രാധാറാണിയുടെ പാദധൂളി ആ മണ്ണെടുത്ത് അദ്ദേഹം ഭക്ഷിക്കുകയാണ്. അതാണ് രാധാറാണിയുടെ മഹത്വം. ഈ പ്രപഞ്ച മാതാവായ, ഗോലോക രാജ്ഞിയായ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപയായ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന പ്രണയ ദേവതയായ രാധാറാണി മറ്റൊന്നും ആഗ്രഹിക്കാതെ കൃഷ്ണനെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന, കൃഷ്ണനെ എപ്പോഴും ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ സച്ചിദാനന്ദ സ്വരൂപനായ കൃഷ്ണന് എപ്പോഴും ആനന്ദം പ്രദാനം ചെയ്യുന്ന ഹ്ലാദിനി ശക്തിയായ, മദനമോഹന മോഹിനിയായ, കൃഷ്ണനെ മദനമോഹൻ എന്നാ പറയുന്നത്, ആ മദനമോഹനായ ശ്രീകൃഷ്ണനെ പോലും മോഹിപ്പിക്കുന്നവൾ, അതാണ് രാധാറാണി. ഇനി മറ്റൊരു കഥ രാധാറാണിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം രാധാറാണി ഇങ്ങനെ നികുഞ്ചത്തിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ അവിടേക്ക് വരും. അപ്പോൾ ശ്രീകൃഷ്ണൻ നോക്കുമ്പോൾ രാധാറാണി ഉറങ്ങുകയാണ് നികുഞ്ചത്തിൽ. അപ്പോൾ ശ്രീകൃഷ്ണൻ നോക്കുമ്പോൾ രാധാറാണി ഉറങ്ങുവാണെങ്കിലും രാധാറാണിയുടെ ഓരോ രോമകൂപങ്ങളിൽ നിന്ന് ശ്യാം 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 എന്നുള്ള വാക്കുകൾ പുറത്തേക്ക് വരുന്നു. അതായത് കൃഷ്ണനെ തന്നെയാണ് ഓരോ നിമിഷവും ഉറങ്ങുമ്പോഴും ആ ശബ്ദം
ആ മന്ത്രധ്വനി രാധാറാണിയുടെ ഓരോ രോമകൂപങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്, ശ്യാം ശ്യാം ശ്യാം. അപ്പോൾ അത് കണ്ടിട്ട് കൃഷ്ണന് വല്ലാതെ സന്തോഷം വരും. രാധ എന്നെ ഇത്രയും പ്രണയിക്കുന്നുണ്ടോ, അയ്യോ ഇത്ര ഈ രോമകൂപങ്ങളിൽ നിന്ന് പോലും എൻ്റെ പേരാണല്ലോ കേൾക്കുന്നത്. ഇത് കേട്ടിട്ട് ശ്രീകൃഷ്ണൻ അസാധ്യമായ സന്തോഷവും ആനന്ദവും ഒക്കെ വരും. എന്നിട്ട് കൃഷ്ണൻ അവിടെ ബോധം കെട്ട് നിലംപതിക്കും. കുറച്ചു കഴിഞ്ഞ് രാധാറാണി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഇവിടെ കിടക്കുന്നു. അപ്പോൾ രാധാറാണി നോക്കുമ്പോൾ കൃഷ്ണന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും രാധേ 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 എന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ രാധാറാണിക്ക് ഒരുപാട് സന്തോഷം വരും. അയ്യോ, കൃഷ്ണൻ ഏത് നിമിഷം എന്നെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത്. അതാണ് ഉറങ്ങുമ്പോൾ പോലും ഓരോ രോമകൂപങ്ങളിൽ നിന്ന് പോലും രാധേ രാധേ എന്നുള്ള നാമം മാത്രം മന്ത്രം പോലെ മന്ത്രധ്വനി പോലെ കേൾക്കുന്നത് എന്ന് രാധാറാണിക്ക് മനസ്സിലാവും. അത് കണ്ടിട്ട് രാധാറാണി അബോധാവസ്ഥയിലേക്ക് പോകും, ബോധം കെട്ട് വീഴും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൃഷ്ണൻ എണ്ണീക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒരു സൈക്കിള് പോലെ അവരങ്ങനെ ബോധം കെട്ട് വീഴുകയാണ്. അതാണ് രാധാകൃഷ്ണ പ്രണയത്തിന്റെ ഭക്തി പാരമ്യത എന്നൊക്കെ പറയത്തില്ല, ആ പ്രണയത്തിന്റെ പാരമ്യത. ആ പ്രണയലീലകൾ നമുക്കൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പോലും അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. അവരുടെ പ്രണയം അവർക്ക് മാത്രമേ അറിയൂ, നമുക്ക് കണ്ട് ആനന്ദിക്കാൻ മാത്രം പറ്റും. അവരുടെ ഓരോരുത്തരുടെയും രോമകൂപങ്ങളിൽ പോലും ആ പ്രണയമാണ്, ആ പ്രണയാഗ്നിയാണ്. അതുകൊണ്ടാണ് എപ്പോഴും കൃഷ്ണൻ ഉറങ്ങുമ്പോൾ പോലും രാധേ രാധേ എന്ന് പറഞ്ഞിട്ടാണ് ഞെട്ടി ഉണരുന്നത് എന്നല്ലേ പറയുന്നത്. അതുപോലെ രാധാറാണിയുടെ രോമകൂപങ്ങളിലും മനസ്സിലും എല്ലാം കൃഷ്ണൻ മാത്രമാണ്. കൃഷ്ണനെ രാധേശ്വരൻ എന്നല്ലേ പറയുന്നത്, അതുപോലെ രാധേ കൃഷ്ണേശ്വരി എന്നല്ലേ പറയുന്നത്. അതുപോലെ ഇനി മറ്റൊരു കഥ പറയാനുണ്ട്. അത് എന്ന് വെച്ചാൽ ഒരു ദിവസം രാധയും അതുപോലെ കൃഷ്ണനും മറ്റ് സഖിമാരും എല്ലാവരും കൂടി ഇങ്ങനെ എന്താ പറയാ നിധിവനത്തിൽ ഇരുന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും രാധയുടെ അടുത്തേക്ക് ഒരു തേനീച്ച വരും. തേനീച്ച വന്ന് രാധയെ ശല്യപ്പെടുത്താൻ തുടങ്ങും. അപ്പൊ കൃഷ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ തേനീച്ച ഓടിച്ചു വിടും. അപ്പൊ ആ തേനീച്ച ഓടിച്ചു വിടുന്ന സമയത്ത് നമ്മുടെ ലളിത സഖി പറയും, ആ മധുസൂദനൻ പോയി എന്ന് പറയും. ഇത് കേൾക്കുന്ന ഉടനെ നമ്മുടെ രാധാറാണി കരയാൻ തുടങ്ങും. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങും. ഉടനെ കൃഷ്ണൻ അടുത്ത് തന്നെ ഉണ്ട്. രാധയെ നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കും. അപ്പോഴാണ് രാധാറാണി മനസ്സിലാക്കുന്നത് കൃഷ്ണൻ തന്റെ അടുത്ത് തന്നെ ഉണ്ട്. രാധാറാണി വിചാരിച്ച എന്താന്ന് വെച്ചാൽ മധുസൂദനൻ എന്ന് വെച്ചാൽ കൃഷ്ണന്റെ മറ്റൊരു പേരാണ്. മധു എന്ന അസുരനെ കൊന്നത് കൊണ്ട് മധുസൂദനൻ എന്നുള്ള പേര് കൃഷ്ണനുണ്ട്. അപ്പൊ മധുസൂദനൻ പോയി എന്ന് പറഞ്ഞപ്പോ രാധാറാണി വിചാരിച്ചത് കൃഷ്ണൻ പോയി എന്നാണ്. അപ്പൊ കൃഷ്ണനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അയ്യോ കൃഷ്ണൻ പോയോ എന്നുള്ള ആ സങ്കടം കൊണ്ടാണ്, ആ നിഷ്കളങ്കത കൊണ്ടാണ്, ആ പരിശുദ്ധി, ആ ആത്മാർത്ഥത കൊണ്ടാണ് രാധാറാണി വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങിയത്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇല്ലേ, പിന്നെ നീ എന്തിനാ കരയുന്നത്? അപ്പൊ രാധാറാണി പറയുന്നുണ്ട്, മധുസൂദനൻ എന്ന് ആ തേനീച്ചയാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ നീയാണ് പോയത് എന്ന് വെച്ച് കരഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അത് പറയുമ്പോഴും രാധാറാണി വിങ്ങി വിങ്ങി കരയുന്നുണ്ട്. അതാണ് രാധാറാണിക്ക് കൃഷ്ണനോടുള്ള ശുദ്ധമായ ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ പ്രണയം. അതാണ് രാധാറാണിയുടെ പ്രണയത്തിന്റെ പ്രത്യേകത. തികച്ചും ആത്മാർത്ഥമായി ശുദ്ധമായി 100% ആ പ്രണയത്തിന് പവിത്രത കൊടുക്കും. അതുകൊണ്ടാണ് കൃഷ്ണന് രാധയെ ഇത്രയ്ക്കിഷ്ടം. ഇനി മറ്റൊരു കഥയുണ്ട് രാധാകൃഷ്ണ പ്രണയത്തിന്റെ. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം കൃഷ്ണൻ യമുനയുടെ തീരത്തിരുന്ന് ഇങ്ങനെ ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു അസുരൻ കൃഷ്ണന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, എനിക്ക് നിന്റെ രാധയെ വേണം, അവളെ ഞാൻ വശീകരിച്ചെടുക്കും എന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല, വെറുതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. കാരണം കൃഷ്ണന്റെ രാധയെ അത്രത്തോളം അറിയാം. രാധയുടെ മനസ്സും ആത്മാവും ഹൃദയവും എല്ലാം കൃഷ്ണൻ മാത്രമാണ് എന്ന് കൃഷ്ണന് നന്നായി അറിയാം. അതുകൊണ്ട് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് കൃഷ്ണൻ അറിയാം. അപ്പോൾ ഞാൻ നിന്നെ അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ അസുരൻ അവിടുന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാധയും കൃഷ്ണനും ഒക്കെ ഇരുന്ന് പ്രണയലീലകളിലൊക്കെ ഏർപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് കൃഷ്ണൻ രാധയോട് പറയുന്നു, നമുക്കിനി ഒരു കളിയിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാധയുടെ കണ്ണ് കിട്ടും. കണ്ണ് കെട്ടിയിട്ട് പറയും, നീ എന്നെ കണ്ടുപിടിക്കുക, നിന്റെ കണ്ണ് ഞാൻ കെട്ടിയിരിക്കുകയാണ്, നീ നിന്റെ പ്രണയം കൊണ്ട് നീ എന്നെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടുന്ന് പോകുന്നു. ഈ സമയത്ത് ആ അസുരൻ കൃഷ്ണന്റെ രൂപമെടുത്ത് അവിടെ വരുന്നു. എന്നിട്ട് രാധയുടെ മുന്നിലെത്തുന്നു. സ്വന്തം പ്രണയ കണ്ണുകൊണ്ട് തന്നെ ആത്മാവ് കൊണ്ട്
ശരീരം കൊണ്ട് മാത്രമല്ല, ആത്മാവ് കൊണ്ട് കൃഷ്ണനെ പ്രണയിച്ചവളാണ് രാധ. അതുകൊണ്ട് ഇനി കണ്ടില്ലെങ്കിൽ പോലും ആത്മാവ് കൊണ്ട് രാധാറാണിക്ക് കൃഷ്ണനെ തിരിച്ചറിയാം. അപ്പോ മുന്നിൽ ഒരു അസുരനെ കൊണ്ട് നിർത്തിയപ്പോ അപ്പൊ തന്നെ രാധാറാണിക്ക് മനസ്സിലായി അത് തന്റെ കൃഷ്ണനല്ല എന്ന്. കാരണം ആത്മാവ് കൊണ്ട് രാധയ്ക്ക് അത് തിരിച്ചറിയാൻ പറ്റി. സ്വന്തം പ്രണയ കണ്ണുകൊണ്ട്, ആത്മാവിന്റെ പ്രണയ കണ്ണുകൊണ്ട് രാധാറാണിക്ക് തിരിച്ചറിയാൻ പറ്റി അത് തന്റെ കൃഷ്ണനല്ല എന്ന്. അപ്പൊ രാധാറാണി കയ്യിലൊരു മയിൽപ്പീലി ഉണ്ടായിരുന്നു. ആ മയിൽപ്പീലി രാധാറാണിയുടെ ശക്തി കൊണ്ട് ഒരു വലിയൊരു ആയുധമായി മാറും. ആ ആയുധം കൊണ്ട് രാധാറാണി ആ അസുരനെ കൊല്ലുന്നു. അതാണ് രാധാറാണിയുടെ പ്രണയത്തിന്റെ ശക്തി. സ്വന്തം പ്രണയിതാവിനെ, സ്വന്തം കാമുകനെ നേരിട്ട് കാണുക പോലും വേണ്ട, അല്ലാതെ തന്നെ ആത്മാവ് കൊണ്ട് അവൾ തിരിച്ചറിയുന്നു അവളുടെ പ്രാണനാഥൻ അടുത്തുണ്ടോ ഇല്ലയോ എന്ന്. അതാണ് രാധയുടെ പ്രണയത്തിന്റെ തീവ്രത, ആ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ രാധാഷ്ടമി വരികയാണ്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായി രാധാറാണിയുടെ കീർത്തനങ്ങൾ ചൊല്ലി അഷ്ടപതി ജയദേവ കവിയുടെ ഗീതഗോവിന്ദം, അത് രാധാറാണിയുടെയും കൃഷ്ണന്റെയും പ്രണയ കാവ്യമാണ്. ശൃംഗാര ലീലകൾ, അവരുടെ ശൃംഗാര ലീലകൾ, രതിലീലകളൊക്കെയുള്ള, വൃന്ദാവന ലീലകളൊക്കെയുള്ള ഗീതഗോവിന്ദം, അത് ചൊല്ലുന്നതിനേക്കാൾ നന്നായി വേറെ ഒന്നുമില്ല. പിന്നെ രാധാ സഹസ്രനാമം, രാധാ കവചം രണ്ടെണ്ണമുണ്ട്, അത് രണ്ടും നിങ്ങൾക്ക് ചൊല്ലാം. പിന്നെ രാധേ രാധേ, ഓം ശ്രീ രാധായേ സ്വാഹ എന്നുള്ള മന്ത്രം. പിന്നെ രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം 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 രാധേ രാധേ. വൃന്ദാവനത്തിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന ഈ മന്ത്രം, രാധാമന്ത്രം. രാധേ രാധേ ശ്യാംസ്യമില്ലാതെ എന്നാണ് വൃന്ദാവനത്തിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്നത്. രാധേ രാധേ ശ്യാംസ്യമില്ലാതെ, അതായത് രാധേ രാധേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കൃഷ്ണനെ കിട്ടും എന്നാണ് വൃന്ദാവനത്തിലുള്ള മുഴുവൻ വൃന്ദാവനവാസികളും പറഞ്ഞു നടക്കുന്നത്. രാധേ രാധേ എന്ന് വിളിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണനെ കിട്ടും. രാധേ രാധേ ശ്യാംസ്യമില്ലാതെ. അപ്പോൾ നിങ്ങളെല്ലാവരും രാധാഷ്ടമി വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി രാധാറാണി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയോട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ്, അമ്മയ്ക്ക് എങ്ങനെയാണോ നിങ്ങൾ പിറന്നാൾ ആഘോഷിക്കുന്നത് അതുപോലെ പിറന്നാൾ സദ്യയൊക്കെ വെച്ച് മധുര പലഹാരങ്ങളൊക്കെ നിവേദിച്ച് ഉപവാസമെടുത്ത് ഉച്ചയോടുകൂടി നിങ്ങൾക്ക് ഉപവാസം നിർത്താം. പിന്നെ ഏതെങ്കിലും രാധയുടെ അമ്പലത്തിലോ അല്ലെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിലോ ഇഷ്ടമുള്ള അമ്പലത്തിൽ പോയി രാധാറാണി അമ്മയോട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയാം. ഉറപ്പായിട്ടും എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തന്നിരിക്കും. അപ്പോൾ ഈ രാധാഷ്ടമി എനിക്കൊപ്പം നിങ്ങൾ എല്ലാവരും ആഘോഷിക്കുമല്ലോ. ജയ് ശ്രീ രാധേ രാധേ.